Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള ഒരു ബ്രെഡ് മേക്കിംഗ് ആണ്. അതിന് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇത് കേക്ക് ബേസ് ആണ്. നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സാധനമാണിത്. ഇതില്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് എടുത്താലും മതി. നമുക്കത് ഇങ്ങനെ ഒരു റിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ ഇന്നർ പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഫോം ഷീറ്റ്സ് വേണം. അതുപോലെ തന്നെ നമുക്ക് ക്രാഫ്റ്റ് കടയിലോ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ മാലകൾ പോലെയുള്ളത് കിട്ടും. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ഷൈനി ആയിട്ടിരിക്കട്ടെ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ നല്ല തിളക്കമുള്ള സംഭവങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള സിൽവർ ത്രെഡ് അല്ലെങ്കിൽ ട്വൈൻ നൂലാണെങ്കിലും മതി. പിന്നെ വേണ്ടത് നമുക്ക് ചെറിയ നൂൽ കമ്പികളാണ്. എന്തെങ്കിലും ഇങ്ങനെ ചുറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹുക്ക് പോലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സിസേഴ്സും പിന്നെ നൈഫുമാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിമിലേക്ക് ആദ്യമേ ആ ഒരു മാല ചുറ്റിയെടുക്കാം. ആദ്യമേ നമുക്ക് പിങ്ക് ചുറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു വരത്തിന് ഞാൻ പാർഷ്യലായിട്ട് 2 കളേഴ്സായിട്ടാണ് ചെയ്യുന്നത്, സിൽവറും പിങ്കും. അപ്പോൾ അത് നമുക്ക് ഫുള്ള് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ഒരു DIY കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്രിസ്മസ് ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് അവൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷനാണ്. ആളുടെ പേര് നീതു സാറ ജോൺ എന്നാണ്. അപ്പോൾ ഞാൻ ആ റിങ്ങിൽ 2 കളർ മാലയും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എൻ പോർഷൻ ഒരു ത്രെഡ് കൊണ്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ശേഷം നമുക്ക് ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻസ് ചെയ്ത് വെക്കാം. അതിന് ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 കളറിലുള്ള ഫോം ഷീറ്റിൽ ചെറിയ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺസ് കട്ട് ചെയ്തെടുത്തു. ഇനി ആ ഒരു ഫ്ലവർ അതിൻ്റെ നടുക്കോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ പാറ്റേൺ അവിടെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടോപ്പ് പോർഷനിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ഹാർട്ട് ഞാൻ ആ വലിയ ഹാർട്ടിൻ്റെ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു നൂൽക്കമ്പി വെച്ചിട്ട് നമുക്ക് അവിടെ സെക്യൂർ ചെയ്യാം. അതിന് ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് പോർഷനിൽ ഒരു 2 ഹോൾ ഉണ്ടാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നൂൽക്കമ്പി അതിൽ കൂടെ കടത്തിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കതൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. വേറെ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ഞാനത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഹുക്കും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും ഉണങ്ങാനായിട്ട് വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ താഴത്തെ വശത്തേക്ക് ചെറിയൊരു ഞാലി പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫോം ഷീറ്റ് വെച്ച് തന്നെ നമുക്കൊരു വള്ളിയിൽ കണക്ട് ചെയ്ത് ചെറിയ ഞാലി ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായി നമുക്ക് അതിനൊരു ത്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് നോട്ട്സ് ഇട്ട് കൊടുക്കണം. അത് നമ്മളൊരു സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം 2-3 നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒരു ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ആ റോൾ ചെയ്ത പീസിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം ഷീറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ ഫോം ഷീറ്റ് റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു നോട്ട് അതിൻ്റെ അകത്തായി പോയിട്ട് അതവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളും. ഇനി അതൊന്ന് പശ തേച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോം ഷീറ്റ് അതിൻ്റെ മേലെ ചുറ്റി കൊടുത്ത് സ്റ്റിക്ക് ചെയ്യുക. അപ്പം നമുക്ക് 2 അലുക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലവറിൻ്റെ പാറ്റേണിൻ്റെ അവിടെ നിന്നും അതുപോലെ ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്കത് കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വ്രതത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഡോറിൽ ഹാങ് ചെയ്തിടാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്ത് വെച്ച് നമുക്ക് വ്രത്ത് ചെയ്യാം. സെക്കൻഡായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു വുഡൻ സർക്കിൾ ഫ്രെയിമിൽ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രെഡിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ മെറ്റീരിയൽസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ആ ഒരു ഫ്രെയിമിൽ ഈ ഒരു ഗ്രീൻ കളർ നെറ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നൂല് വെച്ചിട്ടൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തു. അതുപോലെ വേറൊരു നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഞാനൊരു ബോ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്നോളും. അപ്പോൾ നമുക്കിനി ബാക്കി ഇതിൽ നിന്ന് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള ചെറിയ മാലകൾ വെച്ചിട്ട് ഞാനൊന്ന് ഫുൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഗ്രീൻ കളർ നെറ്റുള്ളത് കൊണ്ട് നമുക്കിതിന് ഗ്യാപ്പ് വന്നാലും ആ ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള വശം അറിയത്തില്ല. സോ ഞാനത് ഫുൾ അതിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഏരിയ നമുക്കവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമുക്കത് ത്രെഡ് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി അവിടെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളത് ഫുൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോ വരുന്ന ഏരിയയിൽ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചെറിയൊരു സാന്റാക്ലോസിൻ്റെ ചെറിയൊരു ഡോളാണ്. അത് നമുക്കവിടെ പിൻ ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ബോൾസ് ഉണ്ട്. അപ്പോൾ ആ ബോൾസും കൂടെ അവിടെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ നൂൽക്കമ്പികൾ യൂസ് ചെയ്യാം ഇതുപോലത്തെ. അപ്പോൾ അതൊന്ന് 2-3 ബോൾസ് ഒരു നൂൽക്കമ്പിയിൽ കെട്ടിയിട്ട് നമുക്കതങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. വേറെ വേറെ സൈസിലുള്ള ബോൾസ് ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടെ ഭംഗി കൂടുതലാണ്. അല്ലെങ്കിൽ അത് അവിടെ ആ ഒരു സ്പേസിങ് ശരിയാകാതെ വരികയും ചെയ്യും, അതൊരു ഭംഗി ഉണ്ടാകത്തുമില്ല. അപ്പം നമ്മൾ 2 വശത്തും ആ ഒരു 3 ബോൾസ് വീതം നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു സാന്റാക്ലോസിൻ്റെ ആ ഒരു ഡോളും കൂടെ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേളിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ബോളും കൂടെ അതിൻ്റെ കൂടെ ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് ആ ഡോളും ആ ബോളും കൂടെ നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ സാന്റാക്ലോസിൻ്റെ ഡോളും കൂടെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ഒരിടത്ത് കാണാനായിട്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഡെക്കറേഷൻസ് കൂടി ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാന്റാക്ലോസിൻ്റെ താഴത്തെ ആ ഒരു ബോയുടെ ഏരിയയിലേക്ക് നമുക്ക് കുറച്ച് ബോളുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈസിലുള്ള ബോൾസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സിൽവർ ത്രെഡിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഹാങ് ചെയ്തിടാം. അപ്പം ഞാനത് ത്രെഡ് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടെ ഒരു നൂൽക്കമ്പിയിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് ഫ്രെയിമിലേക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബോയിലേക്ക് നമ്മുടെ ബോൾസും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഹാങ് ചെയ്തിടാനായിട്ട് ചെറിയൊരു ഹുക്ക് പോലെ ചെയ്യണം. അതിന് ഞാനൊരു നൂൽക്കമ്പി എടുത്തിട്ട് ഇങ്ങനെ ഒരു റിങ് പോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് ആ വൃത്തിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വൃത്തും റെഡി ആയിട്ടുണ്ട്. അപ്പം 2 രീതിയിലുള്ള ഒരേ മെത്തേഡിൽ ചെയ്ത 2 വൃത്താണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം സിമ്പിളാണ്. അപ്പം നമ്മുടെ ഡെക്കറേറ്റീവ് പീസ് ഇത് സിംപിളസ്റ്റ് വേയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു അടിപൊളി ഡെക്കറേറ്റീവ് പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.